ഹലോ നമസ്കാരം. നമ്മൾ ബാംഗ്ലൂരിൽ പല വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ തികച്ചും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉള്ളൊരു വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും കാണാൻ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീകൾക്ക് കൊടുക്കേണ്ട സപ്പോർട്ടിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മൾ കൂടുതലും ചെയ്യുന്ന വീഡിയോസ് മാർക്കറ്റ്സും ബിസിനസ്സൊക്കെ തന്നെയാണ്. ഇതിന്റെ പിന്നിൽ ഒരു ബിസിനസ് കൂടിയുണ്ട്. പക്ഷെ ആദ്യം നമ്മൾ ഇതിനെക്കുറിച്ച് പൂർണ്ണമായും മനസ്സിലാക്കിയിട്ടാക്കാം നമുക്ക് ബിസിനസ്സിലേക്ക് കടക്കല്. അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ആണ് ഇന്നത്തെ ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് ഞാനല്ല നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, ഒരു ഡോക്ടറാണ്. നമുക്ക് ആ ഡോക്ടറെ പരിചയപ്പെട്ട് നമുക്ക് അതിനെക്കുറിച്ചിട്ട് മൊത്തത്തിൽ അറിയാൻ ശ്രമിക്കാം. ഇന്ന് നമ്മുടെ വിപണിയിൽ രാവിലെ TV തുറന്നാൽ കാണുന്നതും അത് കഴിഞ്ഞ് നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയാൽ കാണുന്നതും ആയ നമുക്ക് വളരെ അത്യാവശ്യമുള്ള, സ്ത്രീകളെ സംബന്ധിച്ച് 100% അത്യാവശ്യമുള്ളൊരു സാധനമാണ് നമ്മുടെ സാനിറ്ററി നാപ്കിൻ. നമ്മൾ വീട്ടിൽ നിന്ന് പോകാറുണ്ട്, വീട്ടിലുള്ളവർക്ക് മേടിച്ചു കൊടുക്കാറുണ്ട്. ഇതിന്റെ എന്താണ് ഉപയോഗം എന്നുള്ളതല്ലാതെ ഇതിന്റെ ദൂഷ്യഫലങ്ങളെ പറ്റി നമുക്കറിയില്ല. അതൊന്ന് ജസ്റ്റ് സാറായിട്ട് ഒന്ന് പരിചയപ്പെടുത്തും. നമ്മളൊരു സാനിറ്ററി നാപ്കിൻ വാങ്ങി ഇത് അവർ ഇതേപോലെ പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് അവർക്ക് വേണ്ട ഒരു സാനിറ്ററി നാപ്കിൻ അവരെടുത്ത് പുറത്തു പോകും. ആരും കാണാതെ ഇത് എവിടെയെങ്കിലും കൊണ്ട് മറച്ചു, അതായത് അലമാരന്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിലുള്ളവരാരും കാണരുത് എന്നുള്ളൊരു ഉദ്ദേശത്തോടെയാണ് ഇവർ വെക്കുന്നത്. പക്ഷെ ഈ ഒളിപ്പിച്ചു വെക്കുന്ന സ്ഥലങ്ങളിൽ, ഒളിഞ്ഞിരിക്കുന്ന സ്ഥലങ്ങളിലാണ് കൂടുതലും പല്ലി, പാറ്റ, കൂറ ഇങ്ങനത്തെ പല ജീവികളും ഉണ്ടാവുക. ഈ ജീവികൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറുവാനും ഈ നാപ്കിന്റെ ഈ ഭാഗങ്ങളിലായിട്ട് ടച്ച് ചെയ്യാനും സാധ്യതയുണ്ട്. അതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഈ ഒരു പ്രൊഡക്റ്റ്, ഈ ഒരു സാധനം നമ്മുടെ ഇന്ന് ഒരുപാട് സ്ത്രീകൾ ജോലിക്ക് പോകുന്നവരല്ലേ. ഈ ജോലിക്ക് പോകുന്ന സമയത്ത് ഇത് അവർ പെട്ടെന്ന് ഒന്നെടുക്കുന്നു, ബാഗിന്റെ ഉള്ളിൽ വെക്കുന്നു, ജോലിക്ക് പോകും. ഈ ബാഗ് ചിലപ്പോൾ 1 കൊല്ലോ 2 കൊല്ലോ മുന്നേ വാങ്ങിയ ബാഗ് ആയിരിക്കും. വാങ്ങിയ അന്ന് മുതലുള്ള എല്ലാവിധ ചോക്ലേറ്റിൻ്റെതായോ വീട്ടിലേക്ക് ആവശ്യമായ എന്തെങ്കിലും സാധനങ്ങളുടെയൊക്കെ വേസ്റ്റ് ഈ ബാഗിന്റെ ഉള്ളിലുണ്ടാവും. ഓൾറെഡി അതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിൽ ഇൻഫെക്ഷനും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രൊഡക്റ്റ് അതിൽ വെക്കുന്നു, കൊണ്ടുപോകുന്നു, ആവശ്യത്തിന് അവരെടുത്ത് ഉപയോഗിക്കുന്നു. ആ സമയത്തും ഇതിൻ്റെ ഉള്ളിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതായത് ഇതിൽ ഒരു രീതിയിലുള്ള എക്സ്ട്രാ പാക്കിങ്ങും ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇത് ഒരാളും മനസ്സിലാക്കില്ല. രണ്ടാമത്തത്, ഇത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ശരീരത്തിന് എന്തൊക്കെ ദോഷങ്ങളാണ് നമുക്ക് കിട്ടുന്നത്. ഇന്ന് നമ്മുടെ വിപണിയിൽ കിട്ടുന്ന പരസ്യത്തിൽ കാണുന്ന സാനിറ്ററി നാപ്കിനാണ്. ഇത് നമ്മുടെ പുതിയ ഫഹോവയുടെ സാനിറ്ററി നാപ്കിനാണ്. ഈ 2 നാപ്കിനും തമ്മിലുള്ള വ്യത്യാസമാണ് ഞാനിപ്പോൾ സാറിന് കാണിച്ചു തരാൻ പോകുന്നത്. പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു ആവശ്യത്തിന് എടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാവുന്നതാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രൂട്ട് ഗമ്മാണ്. വീണ്ടും ഇതും ഒരു പാക്കഡ് ആയതുകൊണ്ട് ഒരു രീതിയിലുള്ള വൈറസും ഇൻഫെക്ഷനും കയറാൻ സാധ്യതയില്ല. ഇതേപോലെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ 2 സാനിറ്ററി നാപ്കിന്റെയും വ്യത്യാസമാണ് നമ്മളിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഇത് നമ്മുടെ സാധാ വെള്ളമാണ്. നമുക്കൊരു 50 ml വെള്ളം, വാട്ടർ ഇതിൽ എടുക്കാം. 50 ml നമ്മുടെ സാധാ സാനിറ്ററി നാപ്കിനിലേക്ക് നമുക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. വീണ്ടും ഒരു 50 ml വെള്ളമെടുത്ത് നമ്മുടെ ഫഹോവെ സാനിറ്ററി നാപ്കിനിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. എന്താ സംഭവിക്കുന്നത് നോക്കാം. ഒരു സ്ത്രീനെ സംബന്ധിച്ച് ഒരു സൈക്ലിംഗ് പീരീഡിൽ വരുന്ന സാനിറ്ററി ബ്ലഡിൻ ചൂടിന്റെ അളവ് 50 ഡിഗ്രി ചൂടുണ്ടായിരിക്കും. സാധാ സാനിറ്ററി നാപ്കിനിലേക്ക് ചൂടുള്ള ബ്ലഡ് ആകുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൽ 50 ഡിഗ്രി വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മുഴുവൻ വെള്ളവും നമ്മുടെ കയ്യിൽ ഇതേപോലെ
നനവ് കാണാം. അതായത് നമ്മൾ ഒഴിച്ച തീരെ വെള്ളം ഇതിന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേപോലെ ഈ സാനിറ്ററി നാപ്കിൻ ഉപയോഗിച്ച വെള്ളം ഒരു തുള്ളി പോലും ലീക്കുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. വീണ്ടും ഒരു 50 ml വെള്ളം നമുക്ക് ഈ ഫഹോവയുടെ സാനിറ്ററി നാപ്കിനിലേക്ക് ഉപയോഗിച്ചു കൊടുക്കാം. ടോട്ടൽ 100 ml വെള്ളമാണ് നമ്മൾ ഈ സാനിറ്ററി നാപ്കിന് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് പോലും ഒരു തുള്ളി പോലും ലീക്ക് ഇല്ല. ഇതിൽ ഒഴിച്ച വെള്ളം അതേപോലെ ലീക്ക് നിങ്ങൾക്ക് കാണാം. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്ലാസ്റ്റിക്കിന്റെ ദൂഷ്യഫലം എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സാനിറ്ററി നാപ്കിനിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്തൊക്കെ പ്രൊഡക്റ്റ് കൊണ്ടാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതിന്റെ ഫസ്റ്റ് ലെയർ ആദ്യ ലെയർ തന്നെ 100% പ്ലാസ്റ്റിക് ആണ്. ഈ പ്ലാസ്റ്റിക്കിലേക്ക് നമ്മുടെ ചൂടുള്ള ബ്ലഡ് തട്ടുമ്പോൾ ഡയോക്സിൻ എന്ന് പറഞ്ഞ വാതകം ഉണ്ടാവുകയും ഡയോക്സിൻ എന്ന് പറയുന്ന വാതകം സയനൈഡിനെക്കാട്ടി 100 ഇരട്ടി മനുഷ്യനെ കൊല്ലുന്ന സാധനമാണ്. ഈ ഡയോക്സിനാണ് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുകയും തുടർന്ന് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ക്യാൻസർ, വൈറ്റ് ഡിസ്ചാർജ് എന്ന രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അതിൻ്റെ താഴെ ഉള്ള രണ്ടാമത്തെ ലെയറാണ് ഒരു പഞ്ഞി പോലെ ഉണ്ട്, പക്ഷേ ഇതൊരു ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആണ്. നമ്മൾ ഇതിലേക്ക് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ വെള്ളവും ഇതേപോലെ ഫുള്ള് താഴോട്ട് തന്നെ വരുന്നത് കാണാം. തീരെ ഒബ്സർവ് ചെയ്യാനുള്ള ശേഷി ഈ സാനിറ്ററി നാപ്കിനില്ല. മൂന്നാമത്തെ ലെയർ തീർത്തും പ്ലാസ്റ്റിക് നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ ശരീരത്തിൽ ഒട്ടി നിൽക്കുമ്പോൾ ശരീരത്തിൽ നിന്നുള്ള ചൂടും ബ്ലഡിന്റെ ചൂടും കൂടി സാധാരണ ഈ സാനിറ്ററി നാപ്കിനൊക്കെ 2 hour 3 hour 3 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കരുത്, 4 മണിക്കൂർ കൂടുതൽ ഉപയോഗിക്കരുത് എന്നൊക്കെയാണ് ഈ നാപ്കിനിൽ ഉള്ളത്. ഇതൊന്നും ചെയ്യാറില്ല. ഒരു തുള്ളി എല്ലാവരും ലീക്കും. ഇതിൽ നിങ്ങൾ 5 മണിക്കൂറും 8 മണിക്കൂറും ഉപയോഗിക്കുന്നു. ഇതിൽ ഈ ലെയറുകളുണ്ട്. ഇതിലെ നാപ്കിൻ ഓരോ ലെയറുകളും നിങ്ങൾക്ക് കൂടുതലായി ഉത്പാദിപ്പിക്കപ്പെടുകയും ശരീരത്തിന്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്യും. ഇതിലെ ഫസ്റ്റ് ലെയറാണ് %100 സർജിക്കൽ കോട്ടനാണ്. അതുകൊണ്ട് തന്നെ ശരീരത്തിന് ഒരു രീതിയിലുള്ള ദൂഷ്യഫലങ്ങളും ഉണ്ടാകില്ല. രണ്ടാമത് ഇതിൽ ഒരു ആനിയൻ ചിപ്പാണ്. ഈ ചിപ്പിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഒരു ശരീരത്തിലുള്ള 100,000 ബാക്ടീരിയ വരെ കില്ല് ചെയ്യാൻ സഹായിക്കും. ഇതിന്റെ കൂടുതൽ വിവരം അവസാനത്തേക്ക് പറഞ്ഞുതരാം. വീണ്ടും നിങ്ങൾക്ക് ഒരുപാട് ലെയറുകൾ കാണാം. ഓരോ ലെയറുകളും ഇതേപോലെ 100% പ്യുവർ കോട്ടണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിന്റെ ഉള്ളിൽ ഒരു ജെല്ല് കാണാം. സാധാരണ നാപ്കിനിലും പാമ്പേഴ്സിലൊക്കെ കാണുന്ന ജെല്ല് സിന്തറ്റിക് ജെല്ലാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് കറ്റാർവാഴയുടെയും വാഴപ്പിണ്ടിയുടെയും എക്സ്ട്രാക്റ്റ് ആണ്. ഇത് ഒരു നേരം വായിലായാൽ വരെ പോലും ഒരു തരത്തിലുള്ള ദൂഷ്യഫലങ്ങളില്ല. ഇത് നമ്മുടെ ബോഡിയിൽ ഇതേപോലെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തൊലി വളരെ മാർദ്ദവമാവുന്നതും കളർ വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ശരീരത്തിന് അതേപോലെ ഫേഷ്യൽ ചെയ്യാൻ വരെ ക്വാളിറ്റിയുള്ള അത്രയും ക്വാളിറ്റി കൂടിയ
പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ സാധനം. വീണ്ടും നമ്മൾ ഓൾറെഡി 100 ml വെള്ളം ഇതിലൊഴിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ള ബാക്കിയുള്ള 100 ml വെള്ളവും ഇത് വലിച്ച് കഴിഞ്ഞു. 24 മണിക്കൂറിനുള്ളിൽ 200 ml ഡിസ്ചാർജ് വരെ ഒബ്സർവ് ചെയ്യാനുള്ള കപ്പാസിറ്റി നമ്മുടെ ഈ പ്രൊഡക്റ്റിനുണ്ട്. നമ്മുടെ ഈ പ്രൊഡക്റ്റിന്റെ മറ്റൊരു പ്രത്യേകത 45 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാ പ്രൊഡക്റ്റും മണ്ണിലിട്ട് കഴിഞ്ഞാൽ ഡീകമ്പോസ്റ്റ് ആവുന്നതാണ്. ഇത് നമുക്ക് അഥവാ കഴിച്ചാൽ വരെ നമുക്ക് ശരീരത്തിൽ യാതൊരു രീതിയിലുള്ള കഴിക്കാനൊക്കെ പറ്റില്ലേ? കഴിക്കാനൊക്കെ പറ്റും. അത്രയും പ്യുവറാണ്. ഇന്ന് മുഖത്ത് ഫേഷ്യൽ ചെയ്യുന്ന ഒരു ക്വാളിറ്റിയുള്ള ഒരു സാധനം വരെ അവരോട് വായിൽ വെച്ച് കഴിച്ചാൽ പറഞ്ഞാൽ അവർ കഴിച്ചു തരും. കാരണം അവർക്കറിയാം ഇത് അത്രയും കെമിക്കലാണ്. ഇത് 100% വെജിറ്റേറിയൻ ആയതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ വരെ കാണിച്ചു തരുന്നത്. ഈ ചിപ്പിന്റെ ഗുണങ്ങളാണ് നമ്മളിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ഗർഭാശയ രോഗങ്ങൾ ഇല്ലാതാവുന്നു. 100% കോട്ടണിൽ മാത്രം നിർമ്മിച്ചതുകൊണ്ട് പ്ലാസ്റ്റിക്കിന്റെയോ കെമിക്കലിന്റെയോ ഉപയോഗമില്ലാത്തതും കൊണ്ടും മൃദുലവും സൗകര്യപ്രദവുമാണ്. 1,00,000 ബാക്ടീരിയ വരെ നശിപ്പിക്കാൻ കഴിവുള്ള നാനോ ചിപ്പാണിത്. തീർത്തും വായുസഞ്ചാരം ഉള്ള കോട്ടണും വളരെയധികം ആഗിരണശേഷിയുള്ള പോളിമർ ജെല്ലും അലോവേരയും വാഴപ്പിണ്ടിയുടെ എക്സ്ട്രാക്റ്റുമായതിനാൽ ശരീരത്തിൽ ഒരു രീതിയിലുള്ള ഇൻഫെക്ഷൻ ഉണ്ടാകുന്നില്ല. ഒരു രീതിയിലുള്ള ലീക്ക് ഉണ്ടാവില്ല. 20% സിൽക്കും 80% കോട്ടണും കൊണ്ട് മാത്രം നിർമ്മിച്ചതായതിനാൽ ചൂട് അനുഭവപ്പെടുന്നതേയില്ല. സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് അഥവാ അസ്ഥിയുരുക്കം ഇല്ലാതാകുന്നു. ക്രമം തെറ്റിയ മാസമുറ സാധാരണഗതിയിലേക്ക് ആവാൻ ഇത് വളരെ ഉപയോഗപ്രദമാണ്. ഗർഭാശയ രോഗങ്ങൾ ഇല്ലാതാവുന്നു. 100% കോട്ടണിൽ മാത്രം നിർമ്മിച്ചതാണ്. പ്ലാസ്റ്റിക്കിന്റെയോ കെമിക്കലിന്റെയോ ഉപയോഗമില്ലാത്തതാണ്. മൃദുലവും സൗകര്യപ്രദവുമായത്. 1,00,000 ബാക്ടീരിയ വരെ നശിപ്പിക്കാൻ കഴിവുള്ള നാനോ ചിപ്പ്. തീർത്തും വായുസഞ്ചാരമുള്ള കോട്ടൺ, വളരെയധികം ആഗിരണശേഷിയുള്ള കോട്ടൺ, പോളിമർ ജെൽ അഥവാ അലോവേര വാഴപ്പിണ്ടിയുടെ എക്സ്ട്രാക്ട്. ഒരു രീതിയിലും ലീക്ക് ഉണ്ടാവില്ല. 20% സിൽക്കും 80% കോട്ടണും കൊണ്ട് നിർമ്മിച്ചത്. ചൂട് അനുഭവപ്പെടുന്നേയില്ല. സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ വൈറ്റ് ഡിസ്ചാർജ് അഥവാ അസ്ഥിയുരുക്കം ഇല്ലാതാകുന്നു. ക്രമം തെറ്റിയുള്ള മാസമുറ സാധാരണഗതിയിലാവുന്നു. ഓവർ ബ്ലീഡിംഗ് ഇല്ലാതാവുന്നു. ഓവർ ബ്ലീഡിംഗ് സാധാരണ ക്രമത്തിലാവുന്നു. ഓർഡിനറി നാപ്കിൻ ഉപയോഗിച്ച മൂലമുണ്ടാകുന്ന ഗർഭാശയ ക്യാൻസർ ഇല്ലാതാവുന്നു. ഇൻഫെക്ഷൻ ഇല്ലാതാവുന്നു. ഗുഹ്യഭാഗത്തെ നിറവ്യത്യാസം ഇല്ലാതാവുന്നു. ആർത്തവ സമയത്തുള്ള വേദന, ക്ഷീണം, മാനസിക സമ്മർദ്ദം ഇല്ലാതാവുന്നു. ആർത്തവ ദിവസങ്ങളിൽ 18 മണിക്കൂർ വരെ ഒരു പേഡ് ഉപയോഗിച്ചാൽ മതി. സ്വയം ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ് കാർഡ് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. എല്ലാ പാക്കറ്റിലും ഇത് ലഭ്യമാണ്. സാനിറ്ററി നാപ്കിന്റെ പേഡിലും ഇതേപോലെ ഒരു ടെസ്റ്റ് കാർഡുണ്ട്. വെർജിൻ ഹെൽത്ത് ടെസ്റ്റ് സെൽഫ് കാർഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇത് ഇന്ന് 200 രൂപ വരെ വില വരുന്ന കാർഡാണ്. ഇതിനെക്കൊണ്ടുള്ള ഉപയോഗം ആണ് നാം ഇവിടെ പറയുന്നത്. ഓരോ സ്ത്രീയെ സംബന്ധിച്ചും പീരീഡ്സ് കഴിഞ്ഞ് അതിന്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡിയിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫെക്ഷനോ രോഗങ്ങളോ എന്തുണ്ടോ എന്ന് നമുക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാം. പീരീഡ്സ് കഴിഞ്ഞ് വരുന്ന പിറ്റേ ദിവസത്തെ ഡിസ്ചാർജ്
അത് നമ്മൾ ഇതിൽ ജസ്റ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഈ യെല്ലോ കളറിൽ അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ്, അതായത് 30 സെക്കൻഡിന് ശേഷം നമ്മളിത് നോക്കുമ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നമുക്ക് 30 സെക്കൻഡിന് ശേഷം ഈ നിറവ്യത്യാസമൊന്നുമില്ല, ഇതേ യെല്ലോ കളർ തന്നെയാണെങ്കിൽ ഒരു രീതിയിലുള്ള ഇൻഫെക്ഷൻ ഇല്ലാന്ന് നമുക്ക് മനസ്സിലാക്കാം. ചെറിയ രീതിയിലുള്ള കളർ മാറ്റമുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ ചെറിയ രീതിയിലുണ്ട്, നമ്മുടെ സാനിറ്ററി നാപ്കിൻ തന്നെ സ്ഥിരമായി ഉപയോഗിച്ചാൽ തന്നെ ഇത് മാറും എന്നത് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. കൂടുതൽ കളർ ചേഞ്ച് ഡാർക്കിലേക്ക് വരികയാണെങ്കിൽ ഉടനെ തന്നെ ഏതെങ്കിലും ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും നിങ്ങളുടെ എന്താ രോഗം എന്നുള്ളത് പെട്ടെന്ന് നിർണ്ണയിക്കേണ്ടതുമാണ്. അതിലൂടെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതി ഒളിഞ്ഞു കിടക്കുന്നുള്ള ഏതെങ്കിലും വലിയ മാരക രോഗങ്ങളെ വരെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കണ്ടെത്താവുന്നതാണ്. നോർമൽ ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം നമ്മുടെ ഈ ഡേ യൂസ് എന്ന പ്രൊഡക്റ്റ് തന്നെ ധാരാളം മതി. ഓവർ ബ്ലീഡിംഗ് ഉള്ള സ്ത്രീകളെ സംബന്ധിച്ചോളം 24 മണിക്കൂർ വരെ ഉപയോഗിക്കാൻ കപ്പാസിറ്റിയുള്ള നാപ്കിനാണ് നൈറ്റ് യൂസ് എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ഇത് 3 പാക്കറ്റ്സ് ഉള്ള ഒരു നാപ്കിനാണ്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ ഉപയോഗിക്കാവുന്ന നാപ്കിനാണ്. ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പുരുഷന്മാരെ സംബന്ധിച്ചോളം ഫിസ്റ്റുല അതേപോലുള്ള രോഗങ്ങൾക്ക് ഇത് വളരെ അനുയോജ്യമാണ്. ഇതിലും എല്ലാത്തിലും നമ്മുടെ ചിപ്പ് അവൈലബിൾ ആണ്. ഇതിൽ 1 lakh ബാക്ടീരിയ കില്ല് ചെയ്യാനുള്ള നാനോ ചിപ്പാണുള്ളത്. ഇതിന്റെ കൂടെ നമ്മുടെ വെർജിൻ ഹെൽത്ത് ടെസ്റ്റ് കാർഡ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ ഇത് പുരുഷന്മാർക്ക് യൂസ് ചെയ്യാന്ന് പറയാനുള്ള ഒരു കാരണം എന്താണ്? പുരുഷന്മാർക്കും യൂസ് ചെയ്യാന്നുള്ളത് ഇന്ന് സ്ത്രീകളിലും പുരുഷന്മാരിലും കൂടുതലായി കണ്ടുവരുന്ന ഒരു രോഗമാണ് മൂലക്കുരു, ഫിസ്റ്റുല എന്നീ രോഗങ്ങൾ. പുറത്ത് പറയാൻ എല്ലാവർക്കും വളരെ മടിയാണ്. എന്നാൽ ഈ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് 1 മാസമോ 1.5 മാസമോ സ്ഥിരമായി ഉപയോഗിക്കുകയാണെങ്കിൽ 100% ഈ രോഗം നമുക്ക് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പൊ ഗൈസ്, നമുക്ക് ഇതിനെക്കുറിച്ച് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. കാരണം ഈ ഒരു പ്രൊഡക്റ്റ്, കാരണം നമ്മൾ പല പ്രൊഡക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവണം, അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങളുടെ നാട്ടിലൊന്ന് സപ്ലൈ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്തോളൂ. കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഞാൻ വീഡിയോയിലും ഇതിന്റെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഒരു സമയത്ത് ഓൺലൈനായിട്ട് ഒരുപാട് ബിസിനസ്സുകൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് കേരളത്തിൽ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ലോഞ്ചായി വന്നിട്ടുള്ളൂ, തുടക്കമാണ്. അപ്പൊ എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്, വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ്. കാരണം കൂടുതലും നമ്മളെ ഈ ഒരു ചാനലിൽ വീഡിയോസ് കാണുന്നവർ വീട്ടമ്മമാരാണ്. അപ്പൊ അവർക്കൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഇപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് ആയിട്ട് തന്നെ നമുക്കിതിനെ കാണാം. സോ ഇതെല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ തന്നെ ആവട്ടെ. നമുക്ക് പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇനിയും പരിചയപ്പെടുത്താം. താങ്ക് യു.